ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു എഗ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് ചെറിയൊരു മാറ്റത്തോടെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ ഞാനിവിടെ 2 മുട്ട ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കുരുമുളക് പൊടിക്ക് പകരമായിട്ട് ചില്ലി ഫ്ലേക്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി ഇതാ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് വെച്ചെടുക്കാം. 2 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വലിയ സൈസുള്ള ബ്രെഡാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ 4 എണ്ണമൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഞാനിതാ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റേ സൈഡായിട്ട് നമുക്ക് കുറച്ച് കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കെച്ചപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് വെജിറ്റബിൾസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ തക്കാളി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത് തക്കാളിയും പിന്നെ ഇതാ കുക്കുംബറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ വെക്കാം. അപ്പോൾ ഇത് നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ വെച്ചതിന് ശേഷം ഇതാ സൈഡിൽ നിന്ന് ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മയോനൈസ് ഒന്നും ചേർത്തിട്ടില്ല. മയോനൈസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മയോനൈസിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് ചീസ് തന്നെ ഇട്ടപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഉള്ളിൽ നല്ല ജ്യൂസിയും ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. പിന്നെ ഇതാ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.